തെരഞ്ഞെടുപ്പ് വിജയത്തിലും യു.ഡി.എഫിൽ ആഭ്യന്തര കലഹം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തള്ളി മുതിർന്ന നേതാക്കൾ. അൻവർ വിഷയത്തിൽ സതീശന്റെ നീക്കങ്ങൾ പൊളിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുമെന്നുമാണ് ലീഗ് നേതൃത്വം അടക്കമുള്ളവരുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ വിജയത്തിളക്കം കുറച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. അൻവർ വിഷയത്തിൽ സതീശന്റെ നീക്കങ്ങൾ പൊളിഞ്ഞെന്നും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ അടക്കമുള്ള നിലപാട്. വിജയത്തിന്റെ ക്രെഡിറ്റിലും തർക്കമുണ്ട്. ഇല്ല, അങ്ങനെ ആർക്കും ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ യു.ഡി.എഫ് അവിടെ വിജയം കൈവരിച്ചിട്ടുണ്ട്. This is the result of teamwork. This is the result of hard work. തെരഞ്ഞെടുപ്പ് രംഗത്ത് മുതിർന്ന നേതാക്കളെ കേട്ടില്ല. പ്രകോപനപരമായി പ്രസ്താവനകൾ തുടരെ നടത്തി. യു.ഡി.എഫിനെ വെട്ടിലാക്കി. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലെ പ്രതികരണം അതിരുകടന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് സതീശനെതിരെ രോഷമുണ്ട്. പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പിൽ ലീഗ് തങ്ങളുടെ പരമാവധി ശക്തിയും നിലമ്പൂരിൽ പ്രയോഗിച്ചു. കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾക്കിടയിൽ വിജയത്തിന്റെ വഴിയൊരുക്കിയത് തങ്ങളാണ് എന്ന അവകാശവാദവും ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന്റെ സമ്മർദ്ദവും ഭാവിയിൽ കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും. അൻവറിനെ കൂടെ കൂട്ടണമെന്ന നിലപാട് ഉടൻ ലീഗ് യു.ഡി.എഫ് യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്നാണ് വിവരം. ഇതിന്റെ സൂചനകൾ ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. ഫലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ലീഗും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഒരു ഭാഗത്തും സതീശൻ മറുഭാഗത്തുമാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാൻ. കാരണം രാപ്പകൽ യു.ഡി.എഫിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ, എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, അവരുടെ ഈ കാര്യം കൂടെ കണക്കിലെടുക്കണം. എന്ത് തീരുമാനം എടുക്കും? ഇനിയും സതീശൻ ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ടു പോയാൽ തടയിടാൻ തന്നെയാണ് മറുവിഭാഗത്തിന്റെ ധാരണ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.